ഇന്ന് ഞാനിവിടെ അവിയലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ എടുത്തിട്ടുണ്ട്. ഞാനിവിടെ 2 ഏത്തക്കായയും 2 ക്യാരറ്റ്, ഇതുപോലെ വലിയൊരു പീസ് ചേന എടുത്തിട്ടുണ്ട്, വെള്ളരിക്ക, പടവലങ്ങ, ഒരു പച്ചമാങ്ങ. ഈ അവിയലിന് പുളിക്ക് പകരം ഞാനിവിടെ പച്ചമാങ്ങയാണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് ഒരു പുളിയുള്ള പച്ചമാങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു മുരിങ്ങയ്ക്ക, കുറച്ച് അമരയ്ക്ക, പച്ചമുളക്. ഇത് ഇത്രയും വെജിറ്റബിൾസ് ആണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. വെജിറ്റബിൾസിൻ്റെ അളവൊക്കെ ഓരോരുത്തരുടെ വീട്ടിലെ അംഗങ്ങളുടെ എണ്ണത്തിനനുസരിച്ച് നമുക്ക് എടുത്താൽ മതി. ഇനി ഇതെല്ലാം സ്കിൻ റിമൂവ് ചെയ്ത് കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞെടുക്കാം. ഈ വെജിറ്റബിൾസ് ഒക്കെ ഇതുപോലെ സ്കിൻ റിമൂവ് ചെയ്ത് ഇതിനുള്ളിലെ സീഡൊക്കെ മാറ്റി കഴിഞ്ഞ ശേഷം നന്നായിട്ട് വാഷ് ചെയ്തെടുക്കണം. എന്നിട്ടാണ് നമ്മളിത് കട്ട് ചെയ്തെടുക്കുന്നത്. കട്ട് ചെയ്ത ശേഷം ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്താൽ മതി. അതിന് മുൻപാണ് നന്നായിട്ട് ഇതുപോലെ റിമൂവ് ചെയ്ത ശേഷമാണ് നമ്മൾ നല്ലതുപോലെ വാഷ് ചെയ്തെടുക്കേണ്ടത്. ഇനിയാണിത് നല്ലതുപോലെ വാഷ് ചെയ്യേണ്ടത്. ഈ ഏത്തക്കയുടെ സ്കിന്ന് ജസ്റ്റ് ഒന്ന് റിമൂവ് ചെയ്താൽ മതി. വല്ലാതെ ഡീപ്പായിട്ട് ഇതിൻ്റെ സ്കിന്ന് കളയേണ്ട ആവശ്യമില്ല. ഒരുപാട് വൈറ്റമിൻസ് ഒക്കെ ഉള്ളതാണ്, അത് കളയേണ്ട ആവശ്യമില്ല. ഈ പുറത്തുള്ള സ്കിൻ മാത്രം ഈ പീലർ കൊണ്ടൊന്ന് എടുത്ത് കളയാം. കണ്ടോ, ഇതുപോലെ വേണം നമ്മൾ ഇതിൻ്റെ സ്കിന്ന് റിമൂവ് ചെയ്തെടുക്കേണ്ടത്. ഇപ്പം നമ്മുടെ നാട്ടില് പനിക്കാലമാണ്. എല്ലാ വീട്ടിലും നോക്കുമ്പോഴേക്കും എല്ലാവർക്കും ചുമയും പനി, എന്തെങ്കിലും ഒരു വീട്ടിൽ ഒരാൾക്കെങ്കിലും ഇതില്ലാതിരിക്കത്തില്ല. ഞാനൊരു ടിപ്പ് പറഞ്ഞുതരാം, ട്രൈ ചെയ്ത് നോക്കാം. ഇത് എൻ്റെ ടിപ്പല്ല, ഞങ്ങളുടെ ഒരു ഫാമിലി ഫ്രണ്ട് ഉണ്ട്, ഡോക്ടർ അമർ ഫെറ്റിൽ. അദ്ദേഹം സ്റ്റേറ്റ് നോഡൽ ഓഫീസറാണ്. അദ്ദേഹം എപ്പോഴും ഞങ്ങളുടെ അടുത്ത് പറയുന്ന ഒരു കാര്യമാണ്, ഇപ്പോൾ 1 ടീസ്പൂൺ തേനും 10 തുള്ളി ചെറുനാരങ്ങ നീരും കൂടി മിക്സ് ചെയ്ത്, അതായത് കുട്ടികൾക്കാണ് ഞാൻ പറയുന്നത്, 1 ടീസ്പൂൺ തേന് 10 തുള്ളി ചെറുനാരങ്ങ നീര്, ഇത്രയും കൂടി മിക്സ് ചെയ്ത ശേഷം വായിൽ വെച്ചിട്ട് സാവധാനം സ്ലോലി അലിയിച്ചിറക്കണം. അങ്ങനെ ഒരു 3-4 പ്രാവശ്യം ഒരു ദിവസം നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നല്ലൊരു ആശ്വാസം കിട്ടും. അദ്ദേഹം എപ്പോഴും ഞങ്ങളുടെ അടുത്ത് പറയുന്നൊരു കാര്യമാണത്. ഞാൻ കുട്ടികൾക്ക് അങ്ങനെ കൊടുക്കാറുണ്ട്. ഇനി നമ്മൾ വലിയവർക്കാണെങ്കിൽ 1 ടീസ്പൂൺ എന്നുള്ളത് 2 ടീസ്പൂൺ തേനും 20 തുള്ളി ചെറുനാരങ്ങ നീരും, അത് ആ പറയുന്ന മെഷർമെൻറ്റിൽ തന്നെ നമ്മൾ എടുക്കണം. എന്നിട്ട് ഇതുപോലെ നമ്മൾ കുറേശ്ശെ വായിലിട്ടിട്ട് അലിയിച്ച്, വളരെ സ്ലോലി വേണം അത് അലിയിച്ചിറക്കേണ്ടത്. അലിയിച്ചിറക്കി 3-4 പ്രാവശ്യം ഒരു ദിവസം ചെയ്ത് കഴിയുമ്പോഴേക്ക് വളരെ ആശ്വാസം കിട്ടും. ഇനി ഈ സ്കിൻ റിമൂവ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ വെജിറ്റബിൾസ് ഒക്കെ നന്നായിട്ട് വാഷ് ചെയ്തെടുക്കാം. എന്നിട്ടാണ് നമ്മളിത് കട്ട് ചെയ്തെടുക്കുന്നത്. വെജിറ്റബിൾസ് എല്ലാം ഞാനിവിടെ കണ്ടോ കനം കുറഞ്ഞ് നീളത്തിൽ കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഈ വെജിറ്റബിൾസ് ഒരു പ്രാവശ്യം ഒന്ന് വാഷ് ചെയ്തെടുത്താൽ മതി. ഇനി ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാൻ ഈ അവിയൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ഉരുളിയാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചിട്ട് ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. അവിയൽ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും വെളിച്ചെണ്ണയാണ് നല്ലത്. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ഇതിലേക്ക് ഉപയോഗിക്കുന്നത്. വെളിച്ചെണ്ണ ഉപയോഗിച്ചാലേ അവിയലിന് റിയൽ ടേസ്റ്റ് കിട്ടത്തുള്ളൂ. ഇത്രയും വെജിറ്റബിൾസ് ഉള്ളത് കൊണ്ടാണ് ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിക്കുന്നത്. ഇനി ഇതിലേക്ക് ഈ അരിഞ്ഞ് വാഷ് ചെയ്ത് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് ഇട്ടിട്ട് വഴറ്റി കൊടുക്കാം. ഇത് വഴറ്റുന്നതിനോടൊപ്പം തന്നെ ഒരു 8-10 തണ്ട് കറിവേപ്പില കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ കുറച്ച് കൂടുതൽ കറിവേപ്പില ഈ അവിയലിന് വേണ്ടിയിട്ട് ഉപയോഗിക്കും.
കറിവേപ്പിലയൊക്കെ നല്ലതുപോലെ ഉപയോഗിച്ചാൽ മാത്രമേ അവിയലിൽ നല്ല മണവും ടേസ്റ്റും ഒക്കെ ഉണ്ടാകത്തുള്ളൂ. കഷ്ണങ്ങൾ പൊടിഞ്ഞു പോവാതെ നമ്മൾ ഇളക്കി കൊടുക്കാൻ ശ്രദ്ധിക്കണം. ഇതിവിടെ ഞാൻ നല്ലതുപോലെ വഴറ്റി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 2 കപ്പ് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുവാണ്. ഇത്രയും വെജിറ്റബിൾസ് കൂടുതലുള്ളത് കൊണ്ടാണ് ഞാൻ 2 കപ്പ് വെള്ളം ഒഴിക്കുന്നത്. ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് ഇതൊരു ഇല കൊണ്ട് മൂടി ഇത് വേവിച്ചെടുക്കാം. ഇട്ട ശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കണം. ഇനി ഇത് ഒരു വാഴയില കൊണ്ട് മൂടി കൊടുക്കാം. നല്ലൊരു മണമായിരിക്കും നമ്മൾ ഈ വാഴയില കൊണ്ട് മൂടുന്നത്. എൻ്റെ കയ്യിൽ വാഴയില ഉണ്ടായിരുന്നത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ മൂടുന്നത്. ഇല്ലെങ്കിൽ കുഴപ്പമില്ല, ഒരു അടപ്പിട്ട് അടച്ചെടുത്താലും മതി. ഇതിവിടെ വേകുന്ന നേരം കൊണ്ട് നമുക്ക് ഇതിൻ്റെ അരപ്പ് തയ്യാറാക്കാം. ഇതിൻ്റെ അരപ്പിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ 4 പച്ചമുളക്, 5 പീസ് വെളുത്തുള്ളി, ഞാനിവിടെ ചെറിയ വെളുത്തുള്ളിയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ 6 പീസ് ചുവന്നുള്ളി, 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, അതായത് ക്യുമിൻ സീഡാണിത്. മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, ഒരു 4 തണ്ട് കറിവേപ്പില. ഇത് ഇത്രയും കൂട്ടിയിട്ട് ഒന്ന് ഒതുക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. അതായത് ഇത് നമ്മൾ നല്ലതുപോലെ അരച്ചെടുക്കുകയല്ല ചെയ്യുന്നത്, ഒന്ന് ചതച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതെല്ലാം കൂട്ടിയിട്ടൊന്ന് ഒതുക്കിയെടുത്തിട്ട് വരാം. കണ്ടോ, ഇതുപോലെ ഇതൊന്ന് ഒതുക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പം തന്നെ നല്ലൊരു മണമാണ്. കാരണം ആ ചെറിയ ജീരകത്തിൻ്റെയും വെളുത്തുള്ളിയുടെയും ചുവന്നുള്ളിയുടെയും പച്ചമുളക്, കറിവേപ്പില ഇതൊക്കെ ചേർന്നിട്ട് നല്ലൊരു മണമാണ് വരുന്നത്. ഇനി ഈ ഒതുക്കി വെച്ചിരിക്കുന്ന ഇതാണ് നമ്മൾ ഈ അവിയലിൻ്റെ കൂട്ടിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇടയ്ക്കൊന്ന് ഇതിൻ്റെ ഇലയൊന്ന് മാറ്റിക്കൊടുത്ത് ഇതൊന്ന് ഇളക്കി കൊടുക്കണം. നമ്മൾ ചൂട് കട്ടിയുള്ള പാത്രമാണ് ഇതുപോലെ വെക്കുന്നതെങ്കിൽ അവിയലിൻ്റെ കഷ്ണങ്ങൾ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഇളക്കിയിട്ട് വീണ്ടും ഇതൊന്ന് മൂടി കൊടുക്കാം. ഇനി ഈ ഇലയൊന്ന് മാറ്റിയിട്ട് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കാം. ഉണ്ടോ, കഷ്ണങ്ങളെല്ലാം പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ അറിയാം കഷ്ണമെല്ലാം വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഈ ചതച്ച് വെച്ചിരിക്കുന്ന തേങ്ങയുടെ കൂട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. തേങ്ങയുടെ കൂട്ടിട്ട ശേഷം ഉടൻ തന്നെ ഇളക്കരുത്. വീണ്ടും ഒരു 2 മിനിറ്റ് ഇതൊന്ന് മൂടി വെക്കാം. 2 മിനിറ്റ് കഴിഞ്ഞ ശേഷം മാത്രം നമ്മളിത് ഇളക്കിയെടുത്താൽ മതി. ഇതിവിടെ 2 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഇലയൊന്ന് മാറ്റിയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നോക്കണം, പാകത്തിന് ഉപ്പില്ലെങ്കിൽ നമ്മൾ ഉപ്പിട്ട് കൊടുക്കണം. ഇവിടെ ഞാൻ ഒരു മാങ്ങ ചേർത്ത കാരണം നല്ല പുളിയായിരിക്കും. ഞാനൊന്ന് നോക്കി നോക്കാം. പാകത്തിനുള്ള ഉപ്പും പുളിയും എല്ലാം ഉണ്ട്. ഇനി ഇതിന് മീതെ 1/2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചിട്ട് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിത് സെർവിങ് ഡിഷിലേക്ക് മാറ്റാവുന്നതാണ്. ഞാനിവിടെ ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട്. ഞാനിത് ഇല കൊണ്ട് തന്നെ ഇത് മൂടി വെക്കുവാണ്. അപ്പം നല്ലൊരു ഫ്ലേവർ കിട്ടും ഈ അവിയലിന്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നാടൻ അവിയൽ ഇവിടെ തയ്യാറായി. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു അവിയലാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കി ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.